വെൽക്കം ബാക്ക്. ഷെബിയാണ്. ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ ഒക്കെ വന്നിട്ട് ഓരോരോ തിരക്കിൻ്റെ ഇടയിൽ പെട്ടാണ്. എൻ്റെതായിട്ടുള്ള തിരക്കാണ്. അതാണ് ഞാൻ പിന്നെ കുറച്ചായി നമുക്ക് ഇങ്ങനെ പോയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പെട്ടെന്ന് സാധിച്ചില്ല. പിന്നെ രണ്ടാമത് എന്നാലും എനിക്ക് ലീവ് ഉണ്ടെങ്കിൽ മുത്തൂന് ലീവ് ഉണ്ടാവില്ല, മുത്തൂന് ലീവ് ഉണ്ടെങ്കിൽ എനിക്ക് ലീവ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് ലീവ് ആയതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇന്ന് ആദ്യത്തെ പോലെ കുറേ ആയില്ല കറങ്ങിയിട്ട് ഒന്ന് കറങ്ങിയടിച്ചിട്ട് നമുക്ക് തിരിച്ചാലോ എന്ന് ചെറിയൊരു അഭിപ്രായത്തോടു കൂടി നമ്മൾ നേരെ ഒന്ന് കറങ്ങാനായിട്ട് പോകണം. പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നുമില്ല, വെറുതെ പോണ്. എവിടെയാണ് എത്തിന് അവിടെ എത്തും. അങ്ങനെയാണ് എന്താ പറയല്ലേ, പോയിട്ട് വരാം. അല്ല പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെരിപ്പടിമലയിൽ പോവാണ്. ചെരിപ്പടിമലയിൽ നിന്ന് നമ്മൾ നേരെ മിനി ഊട്ടിക്ക് തിരിയും. സത്യം പറഞ്ഞാൽ വ്ളോഗൊക്കെ ഇങ്ങനെ ചെയ്യലെന്നൊക്കെ മറന്നു വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ കണ്ടിട്ട്. വ്ളോഗിന്റെ ടച്ചൊക്കെ പോയിക്കണം. ഇനി ആദ്യം മുതൽ ഇങ്ങനെ തുടങ്ങി വരണം. എൻ്റെ അറിവിൽ നോക്കുകയാണെങ്കിൽ 2 or 3 വീഡിയോ നമ്മളത് ഉണ്ടാവും. ചെരിപ്പടിമല കയറിയ വീഡിയോ നമ്മളധികം പോയത് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെരിപ്പടിമല കയറിയിട്ട് പിന്നെ അവിടെ നമുക്ക് മിനി ഊട്ടി കയറാം. ആ റോഡ് അങ്ങനെ ഉണ്ടാവും നമുക്ക്. ഞാൻ ഇതുവരെ അതിലങ്ങോട്ട് പോയിട്ടില്ല. അതിന്റെ ചെരിപ്പടിമല നമ്മൾ പോയി. തിരുവോണമല ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ പോവാന്നൊക്കെ ഉള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം, പറ്റുകയാണെങ്കിൽ അവിടെയും പോവാം. നമ്മളിപ്പോ ഏകദേശം മോങ്ങത്തെത്തിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇവിടുന്ന് കുറച്ചും കൂടിയാണ് പോവാനുണ്ട്. ഏകദേശം ഒരു 13 കിലോമീറ്ററും കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെരിപ്പടിമലയിലെത്തും. ചാടിച്ചില്ലേ ജി? ചാടിച്ചിങ്ങനെ വെറുതെ ഒരു കാൽ ചാടിച്ചാലോ? എന്നാ കൂൾ ഡ്രിങ്ക്സേലും കുടിക്കാം നമുക്ക്. അട്ടം വെയിൽ ഇതിനുള്ളിലല്ലോ. ഞാനിട്ട് നമ്മളെ TV മുത്തൂന് ഇവിടെ മാപ്പ് കാണില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിച്ചു കൊടുത്തേക്കണേ. വലിയ TV തന്നെ ഇവിടെ വെച്ചെടുത്തു. ഇവിടെ റോട്ടിലൊക്കെ മറ്റേ വട്ടച്ചൊറി എന്ന മാതിരി ആകെ അവിടെ ഇവിടെ പാടൊക്കെ. സംഭവം ഒരു ഗ്യാപ്പ് റോഡാണെങ്കിലും നല്ല റോഡ് കേട്ടോ. പ്രശ്നം നമ്മളാ കേറുന്ന അവിടെ മാത്രം ചെറുതായിട്ട് മറ്റേ ചെറിയ വട്ടച്ചൊറി മാതിരി അങ്ങനൊക്കെ ഉണ്ട്. ചെറിയ പായ വിരിച്ചിരിക്കണം. എന്നാലും കൊയാസ് അതിൽ ബസ് കൂടുണ്ടല്ലേ. വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് അവിടെ. അല്ലേ, ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. ചായ എടുക്കണം. ദേവി നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ആ കാണുന്ന കടയിൽ നിന്ന് ചായ എടുക്കാൻ പോവാണ്. ഗ്യാസ് അടുപ്പല്ല, അവിടെ എപ്പോഴും വിറകടുപ്പ് കൂട്ടിയാണ് അവിടെ ചായ ഉണ്ടാക്കണം. മോനെ എന്താ അവിടുത്തെ ചായ അറിയോ? അടിപൊളി ചായ. വേറെ സംഭവം ഒന്നാമത് എന്താ വെച്ചാല് ഗ്യാസ് മരല്ല കേട്ടോ ഉണ്ടാക്കണത്. അതന്നെ ഒരു രസമാണ്. വിറകടുപ്പ് കൂട്ടിയാണ് അങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ മൊത്തം കോറിന്റെ ഒരു ഏരിയയാണ്. ഇവിടെ മൊത്തം എവിടെ നോക്കിയാലും കോറികൾ മാത്രം കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഈ ഏരിയന്റെ പേരിപ്പം ഞാൻ മറന്നുപോയി. തിരുവോണമല ഇതിൽ നേരെ പോകാൻ പറ്റും, പക്ഷെ റോഡ് ഭയങ്കര അടിപൊളിയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ വണ്ടി കൊണ്ട് പോലെ നടക്കുന്ന എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. നമുക്ക് ഇതിലൊന്നും കയറ്റി വെക്കില്ല വണ്ടി. ഇതിലൊക്കെ കയറ്റി വെക്കാം. 100 പേര് പോവാണെങ്കിൽ ലാഭമില്ലേ? വരുമ്പോ കയറ്റല്ലേ? അല്ല, വരുമ്പോ കയറ്റാം. ഇപ്പൊ കയറ്റുകയാണെങ്കിൽ രസമില്ലാതാക്കണ്ട. എല്ലാ റോഡ് നന്നാക്കുക, അതാ ലോറി കയറിയ ആ കാറ് മൊത്തം അതാ ഫാന് കൈ കയറിയിരിക്കാനല്ലോ. മോനെ എന്താ വൈബ്. ഒരു തണുപ്പുള്ള ഏരിയ കേട്ടോ.
തണുപ്പല്ലേ പേസ് കേക്കട്ടെ അമ്പ് 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 അമ്പ്. ഇപ്പൊ ശരിക്കും നാട്ടുമ്പുറത്തൂടെ പോണേ ആണോ, ചുറ്റുഭാഗത്തും വീട്, ആ വീടിന്റെ മുറ്റത്തൂടെ ഇങ്ങനെ പോവും. ഇവിടെ അമ്പുണ്ട് കേട്ടോ, AC ഇട്ടിട്ടും കൈവൻ ഇട്ടെന്നാ അത് രണ്ടല്ല ലിവ. എനിക്ക് വലിയ ലീവൊന്നുമില്ല നിച്ചറിയില്ലേ. എന്താലേ പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലം. ചമ്മേപ്പെട്ട് ഫസ്റ്റ് കിട്ടേണ്ട ഇത് എടുക്കട്ടോ, നേരത്തെ പോ അതെ മറക്കൂല ഞാൻ ഈ സ്ഥലം. എനിക്ക് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് 2 മില്യൺ വ്യൂസ് കിട്ടി എനിക്ക്. അതുകൊണ്ട് ഞാൻ അത് മറക്കൂല. എന്താ രസല്ലേ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ അതിൽ തന്നെ കോറികളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം. എനിക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കുക, നല്ല വെയിലും ഉണ്ട്, നല്ല സുഖം ഉണ്ടാവില്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഇവിടെ മൊത്തം കോറികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു കോറിയുണ്ട്, ഇവിടെ ഒരു കോറിയുണ്ട്, ഇവിടെ താഴത്തുണ്ട്. ഇതൊക്കെ നിർത്തിപ്പോയതുകൊണ്ട് കേട്ടോ. ഇനിയും പൊട്ടിച്ച അവിടുത്തെ റോഡേ കാര്യം പോണ്. ഇനിയും പൊട്ടിച്ച റോഡുണ്ടോ ഒരു കണ്ടാ നിർത്തിയതാ. എന്തിനാ ആ വട്ടി വരേണ്ടതാണെന്ന് പറയാക്കാനാ. ഞാനായിട്ട് തന്നെ ഇവിടെ 2-3 വട്ടം ഞാൻ വന്നിട്ടുണ്ടാവും ഇവിടെ. പക്ഷെ എന്താണ് ഒരു രസം, വെറുതെ രസം അല്ല. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ 2 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വിമാനം പോയ സ്ഥലം. അതെ, ഒരു വിമാനം പോയതോടുകൂടി എനിക്ക് 2 മില്യൺ വ്യൂസ് എനിക്ക് ഇൻസ്റ്റയിൽ കയറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ചെരിപ്പടിമല മറക്കൂല ഞാനത്. ഞാനൊക്കെ പറയല്ലേ പറഞ്ഞു. എനിക്കൊന്നും പറയല്ല, നമുക്കൊരു വീഡിയോ എടുക്കാം, വണ്ടീൻ്റെ ഒരു വീഡിയോ എടുക്കാം. നമ്മളെ കുറേ നോക്കി നിന്ന് ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്ന കേട്ടോ. വെറുതെ രസം, ഇവിടെ കാണാൻ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ റോഡും വൃത്തിയുണ്ട്, നമുക്ക് എണ്ണ ചിലവൊന്നുമില്ല, കാരണം ന്യൂട്രലിൽ പോകണം. ഇതിലങ്ങിട്ട് വിമാനം പറന്നപ്പോഴാണ് എനിക്ക് 2 മില്യൺ ഉണ്ട്. ഇനി 2 മണിക്ക് ഓക്കെ. ഇനിയിപ്പോൾ ഫ്ലൈറ്റില് അതുവരെ കാത്തുക്കഞ്ഞ് നമ്മളെ കൊണ്ട് പിന്നെ ഒരു ജിമ്മാതിരി പേടിയോ അവിടെ ഇറക്കി കൊടുക്കല്ലേ. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ താഴത്ത് ഇഷ്ടം മാതിരി. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് അത് നെറ്റ്വർക്ക് പോലും മര്യാദ കിട്ടുന്നില്ല ഇവിടെ. ഞാൻ എൻ്റെ സിമ്മിൻ്റെ കാര്യമാണ് കേട്ടോ, എൻ്റെ ജിയോ ആണ്, എൻ്റെ കുറവാണ് ഇവിടെ. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നിന്റെ ഫോണിൻ്റെ പ്രശ്നമാണാവോ. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി ഇനി ഇവിടുന്ന് മിനിയൂട്ടി പോയൊക്കെ നമുക്ക്. മിനിയൂട്ടി ഇപ്പം ഇതിലങ്ങോട്ട് തിരിയാൻ പറ്റിയ റോഡുണ്ടെന്നൊക്കെ പറഞ്ഞു. റോഡിൻ്റെ അവസ്ഥ എന്താന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. അവിടെ ഏതായാലും അടച്ചിട്ടുണ്ട്. നമ്മൾ മഞ്ചേരി വഴി അതിലങ്ങോട്ട് കയറി പോരുമല്ലോ, അവിടെ എന്തായാലും അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇപ്പോൾ തുറന്നിട്ട് എന്താ തോന്നുന്നത്. അപ്പം ഇനി എന്താ വെച്ചാൽ നമ്മൾ നേരെ മിനിയൂട്ടിയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മളെ പരിപാടി. നമ്മൾ TV ഷെയർ കേട്ടോ. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ നിൽക്കണേ. ഒരു സാധനം വരെയൊക്കെ നിൽക്കാൻ അയക്കരുതിട്ട് നമുക്ക് മടക്കി വെക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ സിനിമ ഒക്കെ കാണുന്നതിന് കാണാതെ ശരിക്കും രാത്രി ആവണം. എന്നാൽ പിന്നെ ആ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോവാം. നമ്മൾ ടൂറിസ്റ്റിലൊക്കെ മറ്റേ സിനിമ ഇട്ട് കാണുന്ന അതിലിങ്ങനെ കണ്ടുപോവാം. നല്ല തണുപ്പുള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ. ചൂട് കുറവാണ്, എന്താണെന്ന് അറിയില്ല. വിലക്ക് ഈ റോഡ് ഞാനും വല്ലാതെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടുന്ന് പോകാൻ പോണത്. എന്തായാലും റോഡിന്റെ മോനെ ശരിക്കും നോക്കി അറിഞ്ഞു പോയിക്കോ. മിനിയൂട്ടിക്ക് ഇതിലൊക്കെ പോവാന്നൊക്കെ ഓല് പറയുന്നത്. ഇപ്പോഴത്തെ റോഡൊക്കെ നല്ല റോഡാണല്ലോ. അപ്പൊ പിന്നെ ഓടിപ്പോ കേട്. ഇടയ്ക്കൊരു പായിരിച്ച പരിപാടി ഉണ്ട്. ആ ഒഴിച്ചിർത്തി നോക്കുകയാണെങ്കിൽ അടിപൊളി റോഡ്.
നഗരസഭ. ഇത് കൊണ്ടോട്ടി നഗരസഭ അല്ലേ? കൊണ്ടോട്ടി പോണത് നഗരസഭ ഒരു പ്രശ്നമല്ല കേട്ടോ, അടിപൊളിയാ. എന്നാലേ ഇപ്പൊ കൊണ്ടോട്ടി പഞ്ചായത്ത് കേട്ടോ നല്ല അടിപൊളി റോഡ്. കൊണ്ടോട്ടി കഴിഞ്ഞപ്പോ പിന്നെ റോഡിന്റെ മോഡലുണ്ട്. ഇവിടെ ഓഫ് റോഡാണ് ഇത് അതിനായിട്ട് ഉണ്ടാക്കിയ. ഓഫ് റോഡ്. ഇനി ഈ റോഡാണോ ഇനിയോ കുറച്ച് നല്ല റോഡാണ് പറഞ്ഞേ. ഒറ്റ വണ്ടിയിലല്ലോ, എന്റെ വണ്ടി അപ്പുറത്ത് കീഴിയാണ് വൃത്തിയാക്കിയത്. അതിപ്പോ തീരുമാനമായി. നന്ദി പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി തീരുമാനമായി. നന്ദി കഴിഞ്ഞതോടുകൂടി റോഡ് ഇതാ പഴയ മാതിരി. ഇവിടെ ആരെ ഭരിക്കണതാവോ? ടയർ നല്ല ചേർക്ക് കഴുകി കൊണ്ടുവന്ന ടയറിനെ തീരുമാനമായി. നല്ല വാസന. എനിക്ക് പിന്നെ മഴക്കൂല, ജലദോഷം. ഇതൊക്കെ സംഭവം എന്താ പറഞ്ഞാല് മറ്റേ ഈ വണ്ടിയോടുണ്ടല്ലോ എന്താ പറയാ, നമ്മുടെ ചേച്ചിനോട് ഈ റോഡ് എങ്ങനെ ഉണ്ടോ വെച്ചപ്പോ 2 കിലോമീറ്റർ ഇങ്ങനെ തന്നെ റോഡ്, പിന്നെ ഇതിനെക്കാട്ടും കഷ്ടമാണ് എന്നാണ്. ചേച്ചി എല്ലാവർക്കും മഴ ഇവിടുത്തെ ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പൊക്കെ ഓക്കെ, എങ്ങനെ ആവുമെന്ന് പഠിച്ചത്. പോനോരൊക്കെ ഒരു നോട്ടം നോക്കണ്ടോ നമ്മളെ. മിനിയൂട്ടിക്കൊന്നും ഇപ്പൊ വരാൻ തന്നെ നിക്കണ്ട കേട്ടോ. റോഡ് അമ്മാതിരി റോഡാ. ഞങ്ങൾ തന്നെ വന്ന് പെട്ടു. നമ്മൾ കുറെ ആയില്ല വന്നിട്ട്, ഒന്ന് വന്ന് നോക്കാന്നുള്ള നിലയിൽ ഇങ്ങനെ പോന്നേനി. ഇത് ഇത്ര നല്ല റോഡാണ് ഞാനും അറിഞ്ഞില്ല. കൊണ്ടോട്ടി പഞ്ചായത്ത് കഴിഞ്ഞതോടുകൂടി പിന്നെ റോഡൊക്കെ വലിയ രസമുള്ള റോഡാണ്. കട്ടപ്പാറത്ത് കൂടെ ചേര വേണം അതിരിയെ പോവാ. എന്നെ നിരങ്ങി എപ്പോഴും ഞാൻ അവിടെ എത്തുകയാവോ. ഇതിൽ നേരെ ഇട്ടുണ്ടിട്ട് ഇനി റോഡൊക്കെ ഒന്ന് ശരിയായി തന്നെ ഏകദേശം ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റായി വരും. റോഡൊക്കെ ഇങ്ങനെ ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെത്ത കാര്യം, റോഡ് ഇതല്ലേ പോലെ അത്യാവശ്യം റോഡ് നന്നാക്കാൻ തന്നെ ഇവിടെ ടൂറിസം കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവും. ഇതിലൊക്കെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണം, ആളുകളില്ലാതാവണം. എങ്ങനെയാ ഇതിന്റെ മോശം. ഈ റോഡ് നോക്കിയാണ്ട് ആരും ഇങ്ങോട്ട് വരൂല. പിന്നെ അതൊക്കെ എങ്ങനെ വിജയിക്കുക? ഇപ്പൊ നമ്മളോട് തന്നെ ഇപ്പൊ ഒരാളിപ്പോ മിനിയൂട്ടി എങ്ങനെ ഉണ്ട് ചോദിക്കണമെങ്കിൽ മിനിയൂട്ടി ഉഷാറാണ്, പക്ഷെ പോണ വഴിയാണ് പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മള് മുടക്കിടും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത കാർ കൊണ്ടൊന്നും ഇങ്ങോട്ട് വരുന്ന ആലോചിക്കേ വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു 4x4 വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി പോരാ. അതല്ലാതെ നമുക്ക് നോക്കിയേ വേണ്ട, അതിനെ പറ്റി ആലോചിക്കാൻ തന്നെ വേണ്ട. ഇങ്ങനൊക്കെ തന്നെ നമുക്ക് പോവാണ്ടാവുക. എത്തപ്പോ ഇതിന്റെ റോഡിന്റെ ഒക്കെ ഒരു കോലം നോക്കി, എന്തപ്പോ ഇതിന്റെ ഒക്കെ റോഡൊക്കെ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കുകളും. പറഞ്ഞിട്ടറില്ലട്ടോ ഇതെന്ത് സംഭവിച്ചാൽ ഈ കോറിലുള്ള കാരണം കൊണ്ട് ഇതിന് പോണ വണ്ടികൾക്കൊക്കെ ഭയങ്കര ഇതാണ്. ഈ റോഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അതാണ് പ്രശ്നം. ഇതുപോലത്തെ 2-3 വലിയ ലോറികൾ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, റോഡിന്റെ കാര്യം ഏകദേശം തീരുമാനമാവും. ഇതിൽ പോകാൻ പാടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഇനി വരില്ല. ये क्या है? किधर है? ये किधर है दूसरा? ഇങ്ങനെ എടുക്കണ്ട.
പിന്നെ എടുത്ത് ചെയ്യണ്ട, അത് തിരക്കിടില്ല. അത് തന്നെ കാട്ടീനി അതിന് തീറ്റ എടുത്തോ. ആരപ്പത് എന്തപ്പ നിങ്ങളെ പാട്? ഇതും പുറത്തെ ഫ്രീക്കാട്ടോ. മുടിയൊക്കെ പൊന്നിച്ച് ഇപ്പം പുറത്തെ ഒരു ഫ്രീക്കനാണിത്. എന്തായാലും അവൻ്റെ ചെറുപ്പൊക്കെ ഇതൊന്ന് വാങ്ങിയാലോ? ഇതൊന്ന് വാങ്ങിയാലോ? ഉണ്ടല്ലോ. രണ്ട് മൂന്നാല് പാറക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ട് വേറെ ഇല്ലല്ലോ ഇവിടെ. പാമ്പ് പാമ്പ് അവിടെ എല്ലാവരും ഉറങ്ങുകയാണല്ലോ. ഇതാ മറ്റേ നാടാ മലയണ്ണാന്. എന്ത് സാധനത്? എന്ത് പിന്നെ എത്ര കിലോ ഉണ്ടത്? മണ്ടിക്കോ മണ്ടു. എനിക്ക് ചാടണ്ടല്ലോ. ഇവിടെ വരുവോ കയറിട്ട് ഒന്നായിട്ട്? ഇത് പുതിയ വന്നാട്ടെന്നാ. ഇത് ഞാൻ കണ്ടില്ല. ബാ മാനോ ബാ. യാ റബ്ബി ഇതാ വരുന്നേ. എന്താ ബാബുവോ സുഖല്ലേ? എന്താല്ലേ എൻ്റെ പുറത്തിരുന്ന് യാത്രയല്ലേ നമുക്ക്. ആട്ടിപ്പിടുത്ത കയറട്ടെ നമ്മളെ. ഇത് നമ്മളെ ആൾക്കാരാണ് കേട്ടൊക്കെ. ഇതൊന്നും ആവൂല. എനിക്ക് ഇഷ്ടല്ല. ഇട്ടൊന്നുകൂടി മീനുകളത് കൊയ്ക്കാർപ്പ് കൊയ്ക്കാർപ്പ് പിടിക്കരുത്. പിടിച്ചില്ലല്ലോ ഇനി തൊട്ടിട്ടല്ലേ ഉള്ളൂ. ഉണ്ടായാലെന്നാ എന്തിന് എന്ത് കൊള്ളാലോ. ഇത് കൈ മുക്കിയാ പോലെ എല്ലാവരും പറഞ്ഞ തല്ലാവും കേട്ടോ. बंद करके रखो, वीडियो रेडी लास्ट तक. ഓക്കെ ഇവർക്ക് അതിൻ്റെ ആ വാസന കിട്ടിയാൽ മതില്ലേ. അതായത് വെറുതെ കഴിച്ചോക്കാം. വെക്ക് ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ ശരിക്കും എടുത്ത് ഇന്ദ്രിച്ചു കൊണ്ടിരുന്നു. ബ്രോ ഞാൻ കാണിച്ചരാ. ബ്രോ ഇത് തിരിച്ചു കൊണ്ടിട്ടാ ബ്രോ. ചെറിയ ബുദ്ധിമുട്ടല്ലേ ഇത് ഇങ്ങനെ വെച്ചപ്പോ കേറി വരൂലേ. ചെറിയ കുട്ടികളാ കണ്ടിട്ട് കാണുന്നത്. തണ്ണി നോക്കുന്നു. മറ്റേ നമ്മളിത് മേത്ത് നോക്കണ്ടേ. ഇത് മേത്ത് നോക്കുന്നുണ്ടല്ലോ. നമ്മളെ ഏകദേശം നമ്മളെ കൊറേ വലിപ്പം തന്നെ ഇത് എക്സസൈസ് ചെയ്യാ. ഇവിടെ തീറ്റ ഇട്ടത് വെള്ളം കിട്ടിയിട്ട് കാട്ടാണത്. വെള്ളമല്ല ഇതില്ലേ. മൂർച്ചല്ലാതെ മൂർച്ചം കൂട്ടിയതാരം. ഇവിടെ പിന്നെ താറാവുകളുടെ ഏരിയയാണ്. ഇവിടെ ഇഷ്ടം മാതിരി താറാവുകളുണ്ട് ഇവിടെ. അറിയണോ? ഇതറിയണല്ലേ? ഇതറിയണല്ലേ ഏരിയ? ഈ സുലൈമാൻ തപ്പള വന്നേ. ഇതാണ് നമ്മുടെ സലീംകുമാർ പറഞ്ഞിട്ടുള്ള നമ്മൾ ഒട്ട അല്ലൊട്ട.
ഒട്ടഹൊക്കെ വന്നു കേട്ടോ അവിടെ ഒട്ടഹ നല്ലോണം പറ്റി കേട്ടോ. എന്നെ കണ്ടിട്ടാണ് അങ്ങനെ കുത്തുന്നത്. ഞാൻ അതിൻ്റെ എടുത്ത് പോകണ്ട, അത് എടുത്ത് കയറി ഞാൻ അതിൻ്റെ ഉള്ളിൽ വരാം. അതിൻ്റെ കൂടെ എടുത്ത് കളിച്ചോണ്ട് പോന്നെ. ഇതെങ്ങനത്തെ തല മാത്രം ഇവിടെ എത്തി? എന്താ കുതിരക്ക് കൊമ്പ്? അതെൻ്റെ ചെവിയല്ലേ? എന്താ സവാരി ഒന്നും ഇല്ല, വെറുതെ അവിടെ പോയി കളിച്ചോ? ചെറിയ കുട്ടികളെ കളിച്ചോടാ. ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ ഞായറാഴ്ച ആയിട്ടും. റോഡാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. റോഡ് ഭയങ്കര മോശമാണ്. റോഡ് ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ പുതിയ വന്നിട്ടുണ്ട്. ഇവിടെ ഒട്ടകമൊക്കെ വന്നിട്ടുണ്ട്, ഒട്ടകം വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടക പക്ഷി പിന്നെ ആദ്യം ഉണ്ട്. ഇത് കണ്ടറിഞ്ഞാൽ കല്ലുമ്പോൾ കയറ്റിയല്ല, ഞാൻ കാണിച്ചു കേട്ടോ. എന്താ തണുപ്പില്ല. പിന്നെ എന്താ പറയല്ലേ, സംഭവം ഇവിടെ കുറേ സാധനങ്ങൾ പുതിയ ഒക്കെ ചെയ്തിരിക്കണം. പക്ഷെ റോഡാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. റോഡൊന്ന് ഉഷാറാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ അടിപൊളിയ തരം കുട്ടിയെ കളിക്കാറ്. ഒട്ടകം പുതിയ വന്നിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടില്ലേ ഒട്ടകം പുതിയതാണ്. ഇല്ലടാ എന്നാ ഫ്രീ ആയിട്ട് നിർത്തി പോരേനി. ഇവിടെ പാർക്കിങ് പേരല്ലേ, വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് 20 ഉറുപ്പിക എടുത്തു. ഇപ്പൊ നല്ല ദാഹമുണ്ട് എനിക്കോ. പണിയാണ് മോനെ. റോഡ് വീതിയില്ല, എന്നാലോ റോഡാണെങ്കിൽ ആഡംബര പണി. ഇനി ഒരു തിരിച്ചു പോക്കി നമ്മളില്ല. എൻ്റെ ഉണ്ണേ ഏതായാലും പോയടത്തോളം ഉഷാറായിക്കണേ. കുറച്ച് ടീമുണ്ട് ഊട്ടിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. ഓരെ പറഞ്ഞിട്ടറിയില്ല നമ്മൾ ഊട്ടി പോണ മാതിരിയാണ്. ഓൽക്കിപ്പോൾ ഊട്ടി പറഞ്ഞാൽ ഇവിടെ കുറെ നല്ല പരിചയക്കാര്. പക്ഷെ നമുക്കിവിടെ മഞ്ചേരി പരിചയമല്ലേ, അതേമാതിരി ചെന്ന് പോയി പെടുമ്പോൾ പിന്നെ മനസ്സിലാവുക ഇതൊക്കെ നല്ല നമ്മളെ സ്ഥലം തന്നെ ഉണ്ടോന്ന് മനസ്സിലാവുക. അല്ലാതെ മനസ്സിലാവാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം. ഇപ്പൊ നമ്മള് നേരത്തെ കയറുന്ന ആ റോഡുണ്ടല്ലോ, നമ്മള് ചെരുപ്പടി മലയിൽ പോയിക്കാണ്ട് അവിടെ നേരെ നമ്മള് മിനിയൂട്ടിക്ക് കയറണം എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നതാണ് നമ്മള്. പക്ഷെ ഇത് ഇത്രയൊക്കെ പണിയാണെന്ന് പിന്നെ മനസ്സിലായത്. കയറൂലേ? നമ്മൾ പറയാനുള്ളത് ഇവിടെ റോഡ് ഒരു പരിപാടിയില്ല. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ ഞാനും മുത്തും കൂടി വെറുതെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ്. വേറെ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ബൈക്കൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചിങ്ങനെ പോകണമെന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കുറേ കണ്ടല്ലേ ഇനിയിപ്പോൾ ഇതുവരെയുള്ളത്. അതിൻ്റെ ഇടയിലുള്ള റോഡ് അതിലും വലിയ രസം. നമ്മൾ അരമ്പറന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ആ ഒരു റോഡ് ഒരിക്കലും വണ്ടി കൊണ്ട്, പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ, സെഡാൻ പോലത്തെ വാഹനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലങ്ങോട്ട് പോകാതിരിക്കുകയാണ്. ബുദ്ധി പോയ കുടുങ്ങും ഇല്ലങ്ങോട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും വരും, കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പം ശരി, ബൈ.